ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓഫ് ടെക് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇലക്ട്രിക് ബഗ്ഗിൻ്റെ ടെസ്റ്റ് റണ്ണും റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി മേക്കിംഗ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബഗ്ഗി. അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് എടുത്തേക്കുന്നത് റോളിൻ്റെ ആണ്. അതേപോലെ തന്നെ ബാക്ക് ടയേഴ്സ് ഓട്ടോറിക്ഷൻ്റെ ടയേഴ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ബൈക്കിൻ്റെ ആണ്. അതുപോലെ തന്നെ ബാക്ക് സസ്പെൻഷൻ നമ്മൾ ഓട്ടോറിക്ഷൻ്റെ സസ്പെൻഷൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യം ഓട്ടോയുടെ ഡിഫറൻഷ്യലാണ് ആദ്യം യൂസ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഗിയേഴ്സ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മളത് സിംഗിൾ ഷാഫ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന ചെയിൻ ഡയറക്റ്റ് ഈ ഷാഫ്റ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ചെയിനും സ്പ്രോക്കറ്റും നമ്മളൊരു ബൈക്കിൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊരു കാറിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്ററും ബ്രേക്ക് പെഡലും. അപ്പോൾ ഞാൻ ഈ സൈഡ് അഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബഗ്ഗിയുടെ ഓൺ ഓഫ് സ്വിച്ച് ഇതാണ്. അപ്പോൾ ഇതിൽ തന്നെ ബാറ്ററി ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ബഗ്ഗി ഫുള്ള് വർക്ക് ചെയ്യുന്നത് ഒരു 750 വാട്ട്സ് BLDC മോട്ടറിലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ കൺട്രോളറാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷനും കൺട്രോളറും തമ്മിൽ നമ്മളൊരു MCB വെച്ചിട്ടാണ് ഐസൊലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുത്ത് മാറ്റിയത് കൊണ്ട് റിവേഴ്സ് സ്വിച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് സ്വിച്ച് വന്നത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പൊസിഷനിലേക്ക് ആവും. തിരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ മോഡിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഒരു സ്വിച്ച് മാത്രമാണ് നമ്മൾ റിവേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി ഹെഡ്ലൈറ്റ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ടയറോഡ് സ്റ്റിയറിംഗ് മെക്കാനിസമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് വരുന്ന കണക്ഷൻ ഒരു ടയറിലേക്ക് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊരു റോഡ് വെച്ചിട്ട് രണ്ട് ടയറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാ കാറുകളിൽ യൂസ് ചെയ്തേണ പോലെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മളിവിടെ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിന് പകരമാണ് ടയറോഡ് മെക്കാനിസം യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഏത് ഡയറക്ഷനിലേക്കാണ് നമുക്ക് തിരിക്കേണ്ടത് ആ ഡയറക്ഷനിൽ ടയർ കൂടുതൽ തിരിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതൊരു സിംഗിൾ സീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ലിഥിയം അയൺ ബാറ്ററി പാക്കാണ്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ചാർജിൽ ഓൾമോസ്റ്റ് 20 to 30 കിലോമീറ്റേഴ്സ് നമുക്ക് റേഞ്ച് കിട്ടും. അപ്പോൾ ഈ ഇലക്ട്രിക് ബഗ്ഗിയുടെ കൂടുതൽ ഫീച്ചേഴ്സ് ഇനിയും വരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വയറിങ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വയറിംഗ് ഡയഗ്രം വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്റർ. അപ്പോൾ നമ്മളിവിടെ മോട്ടോർ കിറ്റിൽ നിന്ന് കിട്ടിയ ത്രോട്ടിൽ തന്നെയാണ് നമ്മളിവിടെ ആക്സിലേറ്റർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ബ്രേക്ക് മെക്കാനിസം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററി കണക്ടർ. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.